നമസ്കാരം. ABCD ഇത് പൾസർ NS 160 ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ വേണ്ടിയിട്ടും സിങ്ങാമിൻ്റെ ബെയറിങ് മാറാൻ വേണ്ടിയിട്ടും അഴിച്ചതാണ്. അപ്പോൾ ഇതിന് ചെയിൻ പാഡ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന സമയത്ത് ചെയിൻ പാഡും കൂടെ മാറുകയാണെന്നെങ്കിൽ നല്ലതായിരിക്കും. ഒരേ പാർട്ട് നമ്പറിലുള്ള 2 തരത്തിലുള്ള ചെയിൻ പാഡാണ്. JF 12 2006 ഇത് വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ കിട്ടുന്നത് ഇതും JF 12 2006 തന്നെയാണ്. ഈ 2 ചെയിൻ പാഡിൻ്റെയും ഒരു വ്യത്യാസമാണ് ഞാൻ എല്ലാവരുടെയും ചെറിയ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു കട്ടിങ് ഈ പുതിയ ചെയിൻ പാഡിൽ ഉണ്ടാവില്ല. ഈ ഒരു ടൈപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടില്ല. നമ്മൾ കമ്പനിയിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ NS 160ക്ക് ഈ ഒരു ടൈപ്പ് ഇതേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു ചെയിൻ പാഡ് നമ്മൾ സിങ്ങാമിൽ നിന്ന് ഊരണമെന്നുണ്ടെങ്കിൽ അണ്ടർബെല്ലി സൈലൻസർ ഊരിയതിന് ശേഷം സിങ്ങാമും ഊരിയെടുത്താൽ മാത്രമേ നമുക്കിതിങ്ങോട്ട് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത് ചേസിൽ കൂടി ആക്സിൽ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിങ്ങോട്ട് ഊരിപ്പോരില്ല. ഇതിവിടെ ഉള്ളതുകൊണ്ട് ഇത് പുറകോട്ട് ഊരിയെടുക്കാൻ സാധിക്കില്ല. പുതിയ ടൈപ്പ് ഈ ചെയിൻ പാഡിനുള്ള ഗുണം എന്ന് പറയുന്നത് കമ്പനി വ്യത്യാസം വരുത്തിയേക്കുന്നതിൻ്റെ കാരണം ഇത്രയും പാടുപെട്ട് അണ്ടർബെല്ലി സിങ്ങാമൊന്നും ഊരേണ്ട കാര്യമില്ല. ഇത് ഇവിടെയുള്ള ഈ ഒരു പോർഷൻ ഇതില്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് പുറത്ത് വെച്ച് തന്നെ ഈ ഒരു സ്ക്രൂവും താഴത്തെ സ്ക്രൂവും അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിങ്ങോട്ട് ഈസി ആയിട്ട് ഊരിയെടുക്കാനും ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന സമയത്ത് സിങ്ങാമോ സൈലൻസറോ ഒന്നും ഊരാതെ തന്നെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറി വണ്ടി കൊടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പഴയ ടൈപ്പ് ചെയിൻ പാഡുമായിട്ട് നമ്മൾ കമ്പനിയിൽ പാർട്സ് മേടിക്കാൻ ചെന്നാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് കമ്പനി വ്യത്യാസപ്പെടുത്തി, ഈ ഒരു കാര്യം കൊണ്ട് വ്യത്യാസപ്പെടുത്തി ഇറക്കിയേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ചെയിൻ പാഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ അറിവിലേക്കായിട്ട് പങ്കുവെക്കുന്നു. സരനാണ് എറണാകുളത്ത് നിന്ന്. ഉള്ള സിങ്ങാം പാഡ് നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇരിക്കും. നമുക്ക് ഇവിടെ വരുന്ന ഈ സ്ക്രൂ ഇതേപോലെ ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ഇവിടുത്തെ സ്ക്രൂ ഊരിയെടുത്ത് അടിയിൽ വരുന്ന ഈ സ്ക്രൂ ഊരിയെടുത്ത് സിമ്പിളായിട്ട് ഇതൊക്കെ പുറകോട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. തിരിച്ച് അതേപോലെ കയറ്റി സ്ക്രൂ ടൈറ്റ് ചെയ്യാനും പറ്റും. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ ഈ ഒരു ഇതുള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ ഇടാനോ ഇങ്ങോട്ട് ഊരിയെടുക്കാനോ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കമ്പനി മോഡിഫൈ ചെയ്ത് ഇറക്കിയേക്കുന്നതാണ് ഈ വരുന്ന പാഡ്. ഓക്കെ, താങ്ക് യു.